ചേതന FM 90.8 ഇനി കേൾക്കാം പിങ്ക് ഡയറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ആര്യ. ടെക്നിക്കൽ സപ്പോർട്ട് അജയ് ഷാജി. ഹായ്, ഹലോ, നമസ്കാരം. ചേതന FM 90.8 പിങ്ക് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഇപ്പുറത്തുള്ളത് ഞാൻ ആര്യാണ് കേട്ടോ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് ലോട്ടസ് ബ്യൂട്ടി ക്ലിനിക്കിന്റെ ഓണർ ആയിട്ടുള്ള ശൈലജ കുമാരിയാണ്. ചേച്ചി, വെൽക്കം ടു പിങ്ക് ഡയറീസ്. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വളരെ യാദൃശികമായിട്ട് ഞങ്ങളിങ്ങനെ കണ്ടുമുട്ടിയതാണ്. അപ്പൊ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുപിടിച്ചിരുത്തിയിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു? നിമിത്തം, അതെ, അതാണ്. എങ്ങനെ പോകുന്നു ലൈഫ്? അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. സ്വന്തമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. സമാധാനമായിട്ട് പോകുന്നു. ഏറ്റവും വലിയത് അതല്ലേ? തീർച്ചയായിട്ടും നമുക്കൊക്കെ വേണ്ടത് അതാണല്ലോ, സമാധാനം. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ള, ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സ്മൈലാണ് ചേച്ചിയുടെ. ഓക്കെ, നമ്മളിനി ചേച്ചിയുടെ ബിസിനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോട്ടസ് ബ്യൂട്ടി ക്ലിനിക്കിന്റെ ഓണറാണ് അല്ലേ? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ എന്നുള്ളൊരു മേഖലയിലേക്ക് വരാനുള്ളൊരു കാരണം? ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണമല്ലോ. അതല്ലേ അത്യാവശ്യം. ഉറപ്പായിട്ടും. അത് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഒരു ടേണിംഗ് പോയിന്റിൽ നിന്നാ. നേരത്തെ ഞാനൊരു ടീച്ചിങ് ലൈനിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ബ്യൂട്ടീഷ്യനിലേക്ക് വന്നത് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇതൊരു ലൈൻ ഒരു ചൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പം കൊച്ചുങ്ങളുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊരു ഗ്യാപ്പ് വന്നു. ആ ഒരു ഗ്യാപ്പിൽ എനിക്കത് ഈ ലൈനിലോട്ട് വരണ്ടായിട്ട് വന്നുപോയി. ഇതേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ദൈവം സഹായിച്ച്. ടീച്ചിങ് മേഖലയായിരുന്നു, ടീച്ചിങ് ആയിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. പിന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക്, ഒരു ബ്യൂട്ടീഷ്യൻ എന്ന മേഖലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ടീച്ചിങ് മേഖലയിൽ നിന്ന് ബ്യൂട്ടീഷ്യൻ മേഖലയിലേക്ക് എത്തുമ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചർ ആവുക എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, അത് ചിലപ്പോൾ ടീച്ചറെ ഇഷ്ടം കൊണ്ടായിരിക്കാം, പാഷൻ കൊണ്ടായിരിക്കാം ആ ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ബ്യൂട്ടീഷ്യനിലേക്ക് എത്തിയത്. രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എന്ത് തരം ഒരു എക്സ്റ്റസിയാണ് ചേച്ചിക്ക് കിട്ടുന്നത് ഈ രണ്ട് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ? സന്തോഷം അന്നത്തിലും ഉണ്ടായിരുന്നു, ടീച്ചിങ് ലൈനിലും സന്തോഷം ഉണ്ടായിരുന്നു. കൊച്ചു പിള്ളേരെ ഒക്കെ മാനേജ് ചെയ്യാനും അവരെ പഠിപ്പിക്കാനും അവരുടെ കൂടെ ഒരു സമയം ചിലവാക്കാനും ഒക്കെ ഒരു രസമായിരുന്നു. പിന്നെ ബ്യൂട്ടീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു അതിലൊരു 18 വയസ്സ് മേളിലുള്ള ലേഡീസ് അല്ലെങ്കിൽ വുമൺ അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ അങ്ങനെയൊക്കെ ഉള്ളൊരു ആളുമായിട്ടല്ലേ നമ്മളൊരു കൂടുതലും ഇൻട്രാക്ട്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, മുടി വെട്ടാനൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വരും. അന്നേരം അതൊരു രസം. അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ ചേച്ചി ഈ ഒരു ബ്യൂട്ടീഷ്യൻ മേഖലയിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് 10 year ആയി അല്ലേ? നേരത്തെ ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കരിയർ ബ്രേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടോ? കരിയർ ഉണ്ടായെങ്കിൽ അത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത്. മോൻ ഉണ്ടായപ്പം പിന്നെ എനിക്ക് അത് ടീച്ചിങ് ലൈൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് പിന്നെ അവിടെ നിർത്തി. ടീച്ചിങ് ലൈൻ നിർത്തിയതൊക്കെ പിന്നെ രണ്ടാമത്തെ മോനും ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് മക്കളെ നോക്കണം. എനിക്കതായിരുന്നു അത്യാവശ്യം. കൊച്ചുങ്ങളെ നോക്കണം, അതല്ലേ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബ്രേക്ക് എടുക്കണ്ടായിട്ട്. പിന്നെയാണ് ഇപ്പോൾ ഫാമിലി, ഇപ്പോൾ ചേച്ചി പറഞ്ഞു മക്കളായി രണ്ടുപേരായതിനു ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നതെന്ന് പറഞ്ഞു, ബ്യൂട്ടീഷ്യൻ മേഖലയിലേക്ക്. ശരിക്കും ആ ഒരു കരിയർ ബ്രേക്ക് വന്നതിന് ശേഷമാണല്ലോ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്യൂട്ടീഷ്യൻ തന്നെ എടുക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ ഇങ്ങനെ കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു, ജോലിയെല്ലാം കഴിഞ്ഞപ്പം ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ചുമ്മാതിരുന്ന മീൻസ് നേരത്തെ ഒരു വരുമാനം ഉണ്ടായിരുന്നു, ചെറുതാണെങ്കിലും അത് നമുക്കൊരു പോക്കറ്റ് മണിയായിട്ട് നമുക്ക് വേറൊരാളോട് ചോദിക്കാനോ ഒരു ബുദ്ധിമുട്ട്. അത് അച്ഛനായാലും അമ്മയായാലും ഹസ്ബൻഡായാലും നമുക്കൊരു നമ്മുടെ സ്വന്തം ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഒരു ചോദിക്കണം എന്നൊരു ബുദ്ധിമുട്ട് വരും. അത് അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്നൊരു തോന്നൽ ഉള്ളിൽ വന്നു. പക്ഷെ കൊച്ചുങ്ങളുടെ കാര്യം നോക്കുമ്പോൾ അന്നേരം ഇപ്പം വേണ്ട, കുറച്ചുകൂടെ ആവട്ടെ, കൊച്ചുങ്ങൾ കുറച്ചുകൂടെ വലുതാവട്ടെ. ഇപ്പം ഇളയ മോനൊരു 3rd standard ആയപ്പോഴാണ് ഇങ്ങനെ അവർക്ക് വെക്കേഷൻ ആയപ്പം ഇങ്ങനെ ചുമ്മാ ഇരുന്ന സമയത്ത് അന്നേരം ഹസ്ബൻഡ് ഇങ്ങനെ
മലയാളം പേപ്പർ നോക്കും രാവിലെ ദിവസം മലയാളം പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ വുമൺസ് പോളിടെക്നിക് കോളേജ് കായംകുളത്ത് അങ്ങനെ ഒരു ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് തുടങ്ങാൻ പോവാന്ന്, നിനക്കത് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല, പോവാന്ന് പറഞ്ഞു, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ എനിക്കത് ചെയ്യാനുള്ള കഴിവ് കാണുമോ ഒന്നും അറിയത്തില്ലായിരുന്നു, എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. കിട്ടി, ചാടി, പോയി. അതെ, അങ്ങനെ അതൊരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നു എനിക്കത് ഇപ്പം തോന്നുന്നത്. ഉറപ്പായിട്ടും. കാരണം ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഒരു സമയത്ത് നമ്മൾ അധ്വാനിച്ച് നമ്മൾ സ്വന്തമായിട്ട് അത് നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ബുദ്ധിമുട്ട്, സങ്കടം വരും. നമുക്ക് ചെറിയ ചെറിയ കാര്യത്തിനാണെങ്കിലും നമുക്കൊരു ഹസ്ബൻഡിനോട് പൈസ ഒരു ബുദ്ധിമുട്ട്, അല്ലെ അച്ഛനോട് അമ്മയോട്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നമുക്കത് സ്വാഭാവിക ഒരു സ്വഭാവത്തിലും ഒരു പുതിയൊരു വീട്, പുതിയൊരു സ്ഥലം അപ്പം തീർച്ചയായിട്ടും ഞാനല്ലെങ്കിലും വേറൊരു ഫീമെയിൽ ആണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്കൊരു പെട്ടെന്നൊരു മാറ്റം വരുമല്ലേ. ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോകുമ്പം തീർച്ചയായിട്ടും ഒരു മാറ്റം വരും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അന്നേരം ഇത് ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ ഒന്ന് നോക്കുന്നു. അപ്പൊ അന്ന് ആ ആഴ്ച തന്നെയാന്ന് തോന്നുന്നു പോയത്. ആഴ്ച തന്നെ ഒട്ടും താമസിച്ചില്ല, ചിന്തിച്ചില്ല, ഒന്നും ചിന്തിച്ചില്ല. പിറ്റേ ദിവസം അതോ ആ ആഴ്ച തന്നെ പോയി കൂടുതൽ കടന്ന് ചിന്തിക്കണ്ട എന്തുവാ നമ്മൾ വിചാരിക്കുന്നത് ചെയ്യണം. ചിന്തിക്കാൻ പോയാൽ പിന്നെ നമുക്ക് സമയം പോകും. അതെ, ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാട് കയറി ചിന്തിക്കാന്ന് പറയത്തില്ലേ, അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ചിന്തിക്കും. വേണ്ടാന്നുള്ളൊരു തോന്നലേക്ക് ചിലപ്പോൾ എത്തും. അതിനെക്കാട്ട് അതൊന്നും ചിന്തിക്കാണ്ട് നമ്മുടെ ശൈലജ ചേച്ചി നേരെ അങ്ങോട്ട് ജോയിൻ ചെയ്തു ബ്യൂട്ടീഷ്യൻ കോഴ്സിന്. ജോയിൻ ചെയ്തു. പിന്നെ അവിടെ ജയലക്ഷ്മി ടീച്ചർ ഉണ്ടായിരുന്നു. ജയലക്ഷ്മി ടീച്ചർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഞാനെല്ലാം പഠിപ്പിച്ചു തരാം. പാർലറിന് കേട്ടിട്ടേ ഉള്ളൂ, പിന്നെ കല്യാണത്തിന് പോയി ഒരുങ്ങി അങ്ങനെ ഒരു ഫീലേ ഉള്ളൂ പാർലറിലുമായിട്ട്. ചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കല്യാണത്തിന് ഒന്ന് പോയി ഒരുങ്ങി, അത്രേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ജയലക്ഷ്മി ടീച്ചറെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. നല്ല ടീച്ചറാണ്, എപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് പഠിച്ച് ഇറങ്ങി. എന്നാലും എനിക്കൊരു കടയെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊച്ചുങ്ങൾ ഒന്ന് സേഫ് ആക്കണം, അവരെ ഒന്ന് സ്റ്റേബിൾ ആക്കണം, അവർ സ്വയം പര്യാപ്തമാക്കണം എന്നുള്ള ഇതിലായിരുന്നു. ഇപ്പം 3rd സ്റ്റാൻഡേർഡിൽ ഉള്ള മോനാകുമ്പം എനിക്കത് കടയായിട്ട് എടുക്കണം എന്നൊരു ബുദ്ധിമുട്ട് തോന്നി. ഇപ്പം വീടിൻ്റെ അടുത്തൊരു ചെറിയൊരു ഹോളുണ്ടായിരുന്നു, അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. അപ്പം വീടിൻ്റെ അടുത്തുള്ള ചില ചേച്ചിമാരും കൊച്ചുങ്ങളും ഒക്കെ വരുമായിരുന്നു മുടി വെട്ടാനും ത്രെഡ് ചെയ്യാനും. അങ്ങനെ ചെറിയ സർവീസൊക്കെ തുടങ്ങി. കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി കഴിയുമ്പോഴായിരുന്നു ഞാനിത് ചെയ്യുന്നത്. അവരെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആരെങ്കിലും വരുമ്പോൾ സർവീസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ, അതായത് ഫസ്റ്റ്ലി ഹസ്ബൻഡാണ് ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ആയിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ജോയിൻ ചെയ്യുന്നുണ്ടോ? പിന്നെ നമ്മളൊന്നും ആലോചിച്ചില്ല, അങ്ങ് നേരെ പോവായിരുന്നു. ഒന്നും ആലോചിക്കരുത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ കുട്ടികളോടും ഇതാ പറയുന്നത്, ചുമ്മാതിരിക്കുന്നവർക്ക് ഒന്നും ആലോചിക്കരുത്. നെഗറ്റീവ് പോസിറ്റീവ് എല്ലാത്തിനും അതിലും ഉണ്ട്. എല്ലാ ഫീൽഡിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമ്മൾ പോസിറ്റീവ് നോക്കി പോവോ, നെഗറ്റീവ് കുറച്ച് നോക്കിയിട്ട് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ അതിനകത്തിൽ എന്തൊക്കെയുണ്ടോ നമ്മൾ അത് മാത്രം നോക്കി പോവുള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു മോട്ടിവേഷൻ. ഏത് ഫീൽഡായാലും അതിനകത്തിൽ നെഗറ്റീവും വരും പോസിറ്റീവ്സും വരും. ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ അതിനകത്തിൽ പോസിറ്റീവ് കാര്യങ്ങളെ നോക്കാവുള്ളൂ, അത് മാത്രമേ എടുക്കാൻ മാത്രം പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടാൻ പറ്റത്തില്ല. അത് ശരിയാണ്, അത് നോട്ട് ദ പോയിന്റ്. ഇപ്പോൾ ചേച്ചി പറഞ്ഞു ഈ പറയുന്ന പോലെ അങ്ങ് പോയി, ആ ഒരു ഫീൽഡിൽ നമ്മൾ ഇറങ്ങിയിട്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ ഏതൊരു മൊമെന്റിലാണ് ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു, ആ ഒരു ഏതൊരു മൊമെന്റിലാണ് ചേച്ചി റിയലൈസ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇത് എൻ്റെ ബിസിനസ്സാണ് എന്നൊരു മൊമെന്റ്? അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? കോഴ്സിന് ജോയിൻ ചെയ്തു, പഠിച്ചു തുടങ്ങി. ചേച്ചി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയില്ല ഇതിലാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ബോധവും ഇല്ലാണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാണ്ടാണ് പോയി ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. ഏതൊരു മൊമെന്റിലാണ് റിയലൈസ് ചെയ്തത് ഇതാണ് എൻ്റെ വരുമാന മാർഗം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ബിസിനസ് എന്നുള്ളത്? എനിക്ക് ഈ ഫീൽഡിൽ വന്ന് കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായതിനൊക്കെ ശേഷമാണ് എനിക്കൊരു തോന്നിയത് എനിക്കിത് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന് അതിന് ശേഷമാണ്. ത്രെഡ് അതിനകത്തിൽ ഏറ്റവും മെയിൻ. ത്രെഡ് ചെയ്യണം.
അത് ഒരു ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ ആദ്യമേ എല്ലാവരും ചോദിക്കുന്നത് ത്രെഡ് ചെയ്യാൻ അറിയാവുന്ന, അല്ലാതെ മേക്കപ്പ് ചെയ്യാനോ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഒരുക്കാനോ ആരും ചോദിക്കത്തില്ല. ആരെങ്കിലും ഒരു കസ്റ്റമർ വന്നാൽ ത്രെഡ് ചെയ്യാൻ അറിയാവോ എന്നാണ് ആദ്യമേ ചോദിക്കുന്നത് ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു സർവീസ് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. ശരിക്കും ത്രെഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് പറയും, സിമ്പിളാണ്. പക്ഷെ അത് സിമ്പിൾ അല്ല. ചിലർക്കൊക്കെ വലിയ വലിയ മേക്കപ്പും ചെയ്യാൻ പറ്റും, പക്ഷെ ത്രെഡ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് പറ്റില്ല. കാരണം നമ്മളുടെ ഈ പിരുകങ്ങൾ അഴകുകൂടെ നോക്കുന്ന എല്ലാവരും ഫേസിലോട്ടാ. അതെ അതെ, ഏറ്റവും ആദ്യം ആ ഒരു പിരിവ് ഇങ്ങനെ അഴക് എന്താ പറയുക വടിവത്ത പിരിവായിട്ട് വയ്ക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ബ്യൂട്ടീഷ്യന്റെ കഴിവ് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും നമ്മളത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല എന്നാണ് ചേച്ചി പറയുന്നത്. അത് നമുക്കൊരു 10-15 മിനിറ്റ് എടുക്കും നമുക്കത് ഒരു കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു മേഖലയിൽ ഇപ്പോൾ ത്രെഡിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് മനസ്സിലായി, എനിക്ക് കോൺഫിഡൻസ് വന്നു, എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ എനിക്ക് പഠിച്ചെങ്കിലും ഒരു വർഷം എനിക്കിത് മുന്നിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിർത്തേണ്ടതായിട്ട് വരും, എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ടോ ചിലപ്പോൾ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരിക്കും. എനിക്കത് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞതൊക്കെ ശേഷമാണ് ഞാനിത് പിന്നെ ഇതിനി വിടാൻ പറ്റത്തില്ല, ഫീൽഡിന് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ആ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ പല മൊമെന്റ്സിലും തോന്നിയെന്ന് പറഞ്ഞു, ഇത് നിന്ന് പോകും, ഈ ഒരു ബിസിനസ് നിന്ന് പോകും, എന്നെ കൊണ്ടത് പറ്റില്ല എന്നൊക്കെ തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്ന ആരാണ്? വീട്ടിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫാമിലി ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി കൊച്ചുങ്ങളായാലും അവര് നോ പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ന്യൂസ് പേപ്പർ. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മ, അച്ഛൻ എല്ലാവരും ഇവിടെ ഫാമിലി ഇവിടെ താമസിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഈ ഫീൽഡ് ഒരുപാട് ഇഷ്ടമാണ് ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക്. അമ്മയും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പം കൊച്ചുങ്ങൾ, ഞാൻ കടയിലാണെങ്കിലോ കൊച്ചുങ്ങൾ കെയർ ചെയ്യും. അതെനിക്ക് ഏറ്റവും വലിയ സമാധാനം. തളരാനുള്ളൊരു എന്താ പറയുക ഒരു ചാൻസ് അവർ തന്നിട്ടില്ല മുമ്പോട്ട് പോവാന്. പോപ്കോൺ ഇല്ലെങ്കിൽ അടിച്ചു പിടിക്കുമെന്ന് പറയുന്ന പോലെ അല്ലേ? ഓക്കെ ചേച്ചി, ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ? അതെ, ചെയ്യാറുണ്ട്. ഓഫ്കോഴ്സ് ആ ഒരു ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി കഷ്ടപ്പെടേണ്ട ഒരു ദിവസമല്ലേ? അതെ അതെ. ആണോ? ടെൻഷൻ നിറഞ്ഞൊരു ദിവസമാണ് അത്. പിന്നെ ബ്രൈഡ് ഒരുങ്ങി കഴിയുമ്പോൾ ഒരു സന്തോഷമായിട്ടുള്ളൊരു. ഉറപ്പായിട്ടും നമ്മൾ അത്രയും നേരത്തെ നമ്മളുടെ എഫേർട്ടിന് ആ ഒരു ബ്യൂട്ടി നമ്മൾ ആ ഒരു ദിവസം അവർക്ക് കൊടുത്തേക്കുക അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ ഈ ബ്രൈഡ്സ് ചേച്ചിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ്ലി ചേച്ചി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 10 year ആയി. ആദ്യമായിട്ടൊരു കസ്റ്റമർ ചേച്ചിയുടെ അടുത്തേക്ക് വന്നത് ഓർമ്മയുണ്ടോ ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടി? അതെ, തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. ഏത് ഇയറിലാണെന്ന് ഓർമ്മയുണ്ടോ? ഏത് കറക്റ്റായിട്ട് ഇയർ ഓർമ്മയില്ല, എന്നാലും പഠിച്ചിറങ്ങിയ കുറച്ച് സമയത്തായിരുന്നു. സ്വാഭാവികമായി 2 വർഷത്തിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്തൊരു ബ്രൈഡ് ചേച്ചിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നേരത്തെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, കോഴ്സ് പഠിച്ചുള്ളൊരു എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ്ലി ഒരു ബ്രൈഡ് ചേച്ചിയുടെ അടുത്തേക്ക് എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യുമോ, എന്നെ ഒന്ന് സുന്ദരിയാക്കി തരുമോ എൻ്റെ ഡേയിൽ എന്ന് പറഞ്ഞ് വന്നപ്പോൾ എന്തായിരുന്നു ചേച്ചിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഇങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടിയല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷം വന്നു. പിന്നെ ആദ്യമായിട്ട് ചെയ്യുവാന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ലസീന എന്നും പറഞ്ഞ കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, അത് സ്റ്റിച്ചിങ് നടത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, പാർലറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഹെൽപ്പ് വേണം, എനിക്കൊരു ഹെൽപ്പ് വേണം, അപ്പോൾ ഒന്ന് നമുക്ക് 2 പേർക്കും കൂടെ ചേർന്ന് ചെയ്യാം. തീർച്ചയായിട്ടും ആനന്ദ ശൈലജ ചേച്ചിക്ക് സഹായിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു കുട്ടിയെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊടുത്തത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമല്ലേ ആ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ? തീർച്ചയായിട്ടും. ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഒരുപാട് സന്തോഷമായി. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ വരെ ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ബ്യൂട്ടീഷ്യൻ മേഖലയോട് ഒരു 10 വർഷം മുൻപ് ഒരു എന്താ പറയുക ഒരു വിരോധമായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് വലിയ ഇപ്പൊ ഇല്ല, അച്ഛൻ മരിച്ചുപോയി 4 വർഷം. അച്ഛന് വലിയ താല്പര്യം ഇല്ലായിരുന്നു ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പം. പണ്ടത്തെ ആൾക്കാർക്ക് അങ്ങോട്ട് ദഹിക്കാൻ കുറച്ച് പാടാണ്. ഇഷ്ടം. അച്ഛന് വലിയ താല്പര്യം. അപ്പം ഞാനിത്
കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ മൈലാഞ്ചി ഇടുന്ന കോഴ്സ് പഠിക്കാൻ പോവാന്നെന്നും പറഞ്ഞാൽ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു. അടിപൊളി. അപ്പോൾ അമ്മ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ബ്രദറിനും വലിയ താല്പര്യമില്ലെങ്കിലും പോട്ടെ, എന്തെങ്കിലും അവിടെ ഒരു ഇഷ്ടമല്ല പോയിക്കോട്ടെ എന്ന് പറഞ്ഞ്. ബ്രദറിന് വലിയ ഇതില്ലായിരുന്നു, ഇഷ്ടമല്ലേ. അപ്പം എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണെങ്കിൽ പിന്നെ അതിനെന്താ ചെയ്തോട്ടെന്ന് പറഞ്ഞു. അപ്പം ബ്രദറിനും അമ്മയ്ക്കും വലിയ കുഴപ്പം. അച്ഛൻ പറഞ്ഞു, എന്താ ഇതിന് പോകുന്നത്, എന്തുവാ എപ്പം വിളിച്ചാലും അത് ഹെന്നയുടെ ക്ലാസ്സിന് പോവുക, അതെന്തോ ക്ലാസ്സാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എപ്പോഴും പറയും നിന്നോട് വർത്താനം പറയാൻ സമയം കിട്ടുന്നില്ല, നീ എപ്പം വിളിച്ചാലും നീ ഹെന്നയുടെ ക്ലാസ്സിന് പോയി, ഹെന്ന ഇടുന്ന ക്ലാസ് ഇത്രയും ഉണ്ടോ. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ അറിഞ്ഞില്ലേ ഇത് പഠിക്കുന്ന കോഴ്സ് ഇതാണ്? കുറച്ച് നാൾ കഴിഞ്ഞൊക്കെ പിന്നെ പറഞ്ഞത്. അപ്പോൾ ഭയങ്കരമായിട്ടും എതിർത്തോ? വേണ്ട ഒന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടില്ല, തുടങ്ങിപ്പോയില്ലേ ഒന്നും പറഞ്ഞില്ല. ഓക്കെ. അപ്പോൾ ഫാമിലിയിൽ അച്ഛന് ബ്രദറിനൊന്നും ഇഷ്ടമായിരുന്നില്ല ഈ ഒരു കോഴ്സ്. ഇപ്പം അവരെന്ത് പറയുന്നു? ഇപ്പം ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മളിങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു സന്തോഷം. അതെ, ടീച്ചിങ് ലൈനിൽ പെട്ടെന്ന് ഇതിനോട്ട് പോയപ്പം എന്താ ഇതിന് എന്താ എന്നൊക്കെ ഒരു ചോദ്യം വന്ന അത്രേ ഉള്ളൂ, അല്ലാതെ പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇപ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ക്ലിനിക്സ് ആണെന്നുണ്ടെങ്കിലും ബ്യൂട്ടി ക്ലിനിക് ആണെന്നുണ്ടെങ്കിലും പാർലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇത്രമാത്രം എസ്റ്റാബ്ലിഷ് ആണ്. അപ്പോൾ അന്നത്തെ കാലത്തൊരു വ്യത്യാസവും ഇന്നത്തെ കാലത്തൊരു ഡിഫറൻസും ഉണ്ടല്ലോ, അത് ചേച്ചി എങ്ങനെയാണ് നോക്കി കാണുന്നത്? പണ്ട് ആണെങ്കിൽ അത്രയും ഇതല്ലായിരുന്നു. ഇപ്പോൾ പാർലറിൽ പോയി ഒരുങ്ങണമെന്ന് ചിലർക്കൊരു അത്രയും ഇഷ്ടമല്ലായിരുന്നു. അത് എന്താ പറയുക, മനസ്സിലാക്കി എടുക്കാൻ അല്ലെങ്കിൽ അത് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. അയ്യോ പാർലറിൽ പോവാന്നോ അങ്ങനെയൊക്കെ ഉള്ളൊരു പുച്ഛഭാവം. പക്ഷെ ഇപ്പം പാർലറിൽ പോയി ഒരുങ്ങുവാന്ന് പറയുമ്പോൾ ഒരു ക്രെഡിറ്റ്. അതെ, സത്യമാണ്. ഇപ്പൊ നമ്മള് ചെറിയൊരു ഫംഗ്ഷൻ, ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ത്രെഡെങ്കിലും ചെയ്യും ഉറപ്പായിട്ടും. ഒന്നും ഒരു മേക്കപ്പ് ചെയ്തില്ലല്ലോ, ത്രെഡെങ്കിലും അത്യാവശ്യമായിട്ട് ത്രെഡ് ഒരു ഫേഷ്യലെങ്കിലും ചെയ്യാതെ പോകത്തില്ല. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല ത്രെഡ് ചെയ്യണേ, പുരുഷന്മാരും ചെയ്യില്ലേ? ഇപ്പൊ അതും ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ഗ്രൂമ ചെയ്യുന്നുണ്ട്, ബ്രൈഡും ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെയും തമ്മിലുള്ളൊരു വ്യത്യാസം, നല്ല വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് ആണുങ്ങൾ ഒരുങ്ങത്തില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് ഷർട്ടും മുണ്ടും ഇടുക, പൗഡർ ഇടുക. പക്ഷെ ഇപ്പം പെണ്ണുങ്ങളെക്കാട്ടി കൂടുതൽ ആണുങ്ങളിപ്പം ബ്യൂട്ടി പാർലേഴ്സിലാണെന്നാണോ? ഓക്കെ. ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ബ്യൂട്ടീഷ്യൻ മേഖലയിലേക്ക് വന്നിട്ട് 10 വർഷമായി എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് നമ്മളുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും. ഈ ഒരു ഫീൽഡിൽ എത്തിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന കമന്റ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് ആയിരിക്കും, ഒരു ഹാപ്പിനെസ് മൊമെന്റ് ആയിരിക്കാം. അങ്ങനെ ചേച്ചി എന്നും ഓർത്ത് വെക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടോ ലൈഫിൽ? തീർച്ചയായിട്ടും ഉണ്ട്, ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അതിനകത്തിൽ ഒരെണ്ണം ഞാൻ പറയാം. അത് ഒരു പ്രാവശ്യം ആണെങ്കിൽ കറണ്ട് കട്ടായി പോയി. ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, വൈകിട്ടായിരുന്നു, ഒരു 4 മണി 5 മണി സമയത്തായിരുന്നു. ത്രെഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി. പക്ഷെ ഞാനത് ദൈവത്തിനെ വിളിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞ പിന്നെ ഞാൻ വീട്ടിൽ പോയി. എന്തോ പ്രശ്നം വല്ലതും ഉണ്ടോ ഇല്ലയോ, പക്ഷെ എങ്ങനായി എന്ന് എനിക്കൊരു, എന്നാലും വെളിച്ചമുണ്ട്. കറണ്ട് പോയപ്പം പിന്നെ ഞാനൊരു വിഷമമായി പോയി എനിക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം. പക്ഷെ പിറ്റേ ദിവസം ആ കൊച്ചു വേറൊരു കുട്ടിയെ വിളിച്ചോണ്ട് വന്നു. ഞാൻ ഇച്ചിരി നേരത്തേക്കൊന്ന് പേടിച്ചു, അയ്യോ ഇന്നലെ കറണ്ട് പോയപ്പം ചെയ്ത് ശരിയായില്ലയോ എന്തോ. അന്നേരം ഞാൻ ചേച്ചി എന്താ പറ്റുമോൾ? അന്നേരം പറഞ്ഞു, ഇന്നലെ ചേച്ചി ത്രെഡ് ചെയ്ത് സൂപ്പറായിരുന്നു, നല്ലതായിട്ട് ഒത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ കുട്ടിയെ കൂടെ വിളിച്ചോണ്ട് വന്നതാ ത്രെഡ് ചെയ്യാൻ. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതൊരു കറണ്ട് ഇല്ലാത്തപ്പോഴും എനിക്കത് ചെയ്ത് തീർത്തപ്പോ ഒരു ഫിനിഷിങ് കിട്ടിയല്ലോ, അത് അവർക്കും അത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അത് വേറൊരു കുട്ടിയെ കൂടെ വിളിച്ചോണ്ട് വന്നപ്പോ എനിക്ക് അതിനെക്കാട്ടിലും കോൺഫിഡൻസ് കൂടി. അന്നേരം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി. പിന്നെ വേറൊരു കുട്ടിയുണ്ട്, അത് തമിഴ്നാട്ടിലെ. അന്നേരം നാട്ടിൽ പോയിച്ച് ഇവിടെ എൻ്റെ അടുത്ത് പിന്നെ വന്നു ത്രെഡ് ചെയ്യാൻ വന്നപ്പം പറഞ്ഞു, ചേച്ചി ത്രെഡ് ചെയ്തത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ നാട്ടിൽ പോയപ്പം എല്ലാവരും ചോദിച്ചു എവിടെയാ ത്രെഡ് ചെയ്ത്. അന്നേരം പറഞ്ഞു, കേരളത്തിലൊരു കുട്ടി ലോട്ടസിലെ ചേച്ചിയാ ത്രെഡ് ചെയ്ത് തന്നെ. എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ചെറിയ കാര്യമാണെങ്കിലും അത് ഒരുപാട് നമുക്കൊരു സന്തോഷം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിൽ നമ്മൾ
പൈസയല്ല നോക്കുന്നത്, നമ്മുടെ സന്തോഷം, സമാധാനം, അതല്ലേ ഏറ്റവും വലിയ. ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരാൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്തില് ചെറിയ ജോലിയും വലിയ ജോലിയും അല്ല നമ്മൾ നോക്കട്ടെ. ഏതൊരു ഫീൽഡിലായാലും ചെറിയ ജോലിയാണെങ്കിൽ അതിനകത്തിൽ സന്തോഷം കിട്ടുന്നത് അതിന്റെ പറയാൻ പറ്റത്തില്ല, അതിന് വിലയില്ല, അതിന് വില കൽപ്പിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു നല്ലൊരു മൊമെന്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെറിഷ് ചെയ്യുന്നൊരു മൊമെന്റ് ആയിരിക്കും. അതെ തീർച്ചയായിട്ടും. അത് നമുക്ക് എനിക്കത് പിന്നീട് അതെനിക്ക് കോൺഫിഡൻസ് കൂട്ടി തന്നേതും. ചെറിയൊരു മൊമെന്റ് ഒരു സന്തോഷം തരുന്നത് എനിക്കൊരു കോൺഫിഡൻസ് കൂട്ടി തന്നേതും. അതെ, ഓക്കെ. അപ്പോൾ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ലോട്ടസ് ബ്യൂട്ടി ക്ലിനിക് എന്ന് നമ്മൾ പറയുന്നല്ലോ, ഈ ഒരു ലോട്ടസ് എന്നൊരു പേരിലേക്ക് എത്താനുള്ളൊരു റീസൺ എന്താണ്? ബ്യൂട്ടി ക്ലിനിക്കിന് ആ ഒരു പേര് കൊടുക്കാനുള്ളൊരു റീസൺ? അതും എന്റെ ഹസ്ബൻഡ് അത് പേരിട്ടത്. ഹസ്ബൻഡിന് ലോട്ടസ് നല്ല പേരാ, ഇതിടാമെന്നും പറഞ്ഞ് ഒരു ഫീമെയിൽ ടച്ച്, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ചേട്ടനെല്ലാം പേരിടുന്നതിന്. ചേട്ടൻ തന്നെയാണ് ചേച്ചിയുടെ ലൈഫിൽ ഒരു വഴിത്തിരിവായ നമുക്ക് പറയാം. അതെ, കാരണം അങ്ങനെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കാണിച്ചില്ലായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് ചേച്ചി വരില്ലായിരുന്നു എന്ന്. തീർച്ചയായിട്ടും. ശരിക്കും ഞാൻ മലയാളം വായിക്കാൻ എനിക്ക് അത്ര അറിയത്തില്ല. ഞാൻ ബീഹാറിലല്ല പഠിച്ചത്. അപ്പം കല്യാണത്തിന് ശേഷം നാട്ടിൽ വന്നതിനൊക്കെ ശേഷം എനിക്ക് മലയാളം അത്ര അങ്ങോട്ട് അറിയില്ലായിരുന്നു. സംസാരിക്കും, വായിച്ചെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടനത് വായിച്ച് പേപ്പറിൽ കണ്ടത് കൊണ്ടല്ല എന്നോട് പറഞ്ഞ എനിക്കിത് ചെയ്യാൻ പറ്റിയത്, ഇതിനകത്തിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റിയതോ. ഓക്കെ. കല്യാണത്തിന് ശേഷമാണ് ചേച്ചി കേരളത്തിലേക്ക് വന്നത്. ജനിച്ചത് ഇവിടെ ആണെന്നുണ്ടെങ്കിലും വളർന്നതൊക്കെ ബീഹാറിലായിരുന്നു. ഇപ്പൊ അത് പാർട്ടീഷൻ ചെയ്ത് ജാർഖണ്ഡായി. ബീഹാറും ഇപ്പം ജാർഖണ്ഡും പാർട്ടീഷൻ ചെയ്ത് ഞങ്ങൾ ജാർഖണ്ഡില് വന്നു. ജനിച്ചത് ഇവിടെയാണെന്നുണ്ടെങ്കിലും വളർന്നത് ബീഹാറിലാണ്. അതെ, അച്ഛൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു സെൻട്രൽ കോൾഫീൽഡ് ലിമിറ്റഡിലെ. തിരിച്ച് നാട്ടിലേക്ക്, അതായത് കേരളത്തിലേക്ക് എത്തി. അച്ഛൻ റിട്ടയർഡ് ആയപ്പോൾ പിന്നെ നാട്ടിൽ വരണമല്ലോ. ആ സമയത്ത് ഇൻ ബിറ്റ്വീൻ കല്യാണമായി, പിന്നെ നാട്ടിൽ സെറ്റിലായി. അപ്പൊ ഈ വന്ന സമയത്ത് പൊതുവേ പറഞ്ഞു കേൾക്കാറുണ്ട് മലയാളം പഠിക്കാൻ കുറച്ച് പാടാണ്, പ്രശ്നമാണ് എന്നൊക്കെ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും വെളിയിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് അവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. പൊതുവെ ഇപ്പൊ ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അതർ ലാംഗ്വേജസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പഠിക്കാൻ പാട് മലയാളമാണെന്ന്. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവിടെ ഞങ്ങൾ ഇത്രയും വർഷം താമസിച്ചെങ്കിലും ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന എന്റെ ഫ്രണ്ട്സിന് പോലും അവർ മലയാളം പഠിച്ചില്ല. അവർ പറയുകയും ചെയ്തു, നിങ്ങൾ ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാക്ക് പഠിക്കാൻ പറ്റിയില്ല. മീൻസ് ലായ അവർക്ക് വലിയൊരു പ്രശ്നമാണ്. ലാ പറയാൻ പറ്റത്തില്ല അവിടെ നോർത്തില്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ നമ്മൾ ജീവിക്കേണ്ടത് ഇവിടെയാണല്ലോ. അതെ, ഒരു ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയർ അനുഭവിച്ചിട്ടുണ്ടാവും ഒരു ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും. അത് ആർക്കായാലും ലാംഗ്വേജ് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുവാണെങ്കിൽ, അല്ലാതെ കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്കൊരു പ്രശ്നമില്ല. ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേടിയത് ബസ്സിൽ കയറുമ്പോഴായിരുന്നു. അതെനിക്ക് വലിയൊരു വിഷമം തന്നിട്ടുണ്ട്. ബസ്സിന്റെ ബോർഡ് വായിക്കാൻ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാൻ നിന്ന് പോയ അവസ്ഥ. ഒരാഴ്ച അമ്മ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് സ്കൂളിൽ പോകാൻ നേരത്ത്. ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും. അന്ന് നമ്മൾ അനുഭവിച്ചത് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചു. അന്ന് ഞാൻ തീർച്ചയായിട്ടും അനുഭവിച്ചു. അമ്മ പറഞ്ഞു ഇനി ഞാൻ കൊണ്ടുവിടത്തില്ല, തന്നെ പോകണം. എന്നിട്ട് മലയാളം പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ഒരു തോന്നൽ വന്നു. അത് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ കുട്ടികൾ മോന് ബാലവിഹാർ സ്കൂളിലാണ് പഠിച്ചത്, LKG UKG. അപ്പം സ്കൂളിൽ വിട്ടപ്പോൾ അവരെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റി. മലയാളം പഠിച്ചു. പിന്നെ സംസാരിക്കുന്നതാണല്ലോ, നമ്മളൊരു പഠിക്കുന്ന ലാംഗ്വേജും സംസാരിക്കുന്ന ഒത്തിരി വ്യത്യാസമുണ്ട്. സംസാരിച്ച് നമുക്കൊരു ഫ്ലുവൻസി ശീലമായി. ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കി ചില വാക്കുകളൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വിഷമിക്കേണ്ടി വന്നല്ലേ കുറച്ചധികം. ഇപ്പൊ പക്ഷെ ഓക്കെ ആയി, നമ്മുടെ ബിസിനസ് ഒക്കെ സെറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും അറിയത്തില്ല മലയാളം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഹിന്ദി നമുക്കൊരു വിട്ടുപോകാനൊക്കത്തില്ലല്ലോ. അത് നമുക്ക് കുഞ്ഞിലെ കേട്ട് വളർന്ന ഹിന്ദി ലാംഗ്വേജ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രഭാഷയല്ലേ, അത് തീർച്ചയായിട്ടും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇപ്പോൾ മുന്നോട്ടേക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഓക്കെ ചേച്ചി, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നു. ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും ചേച്ചിയുടെ ആ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബ്യൂട്ടീഷ്യൻ ആണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി ക്ലിനിക് ഉണ്ട്. അപ്പോൾ ഈ ഫേഷ്യൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ത്രെഡിങ് ആണെന്നുണ്ടെങ്കിലും ഫേഷ്യൽസ് ആണെന്നുണ്ടെങ്കിലും
ഒരുപാട് ടൈപ്പ് ഓഫ് ഫേഷ്യൽസ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണേ? അത് നമ്മൾ ഒരു കസ്റ്റമർ വന്നാൽ നമ്മൾ ആദ്യമേ അവരുടെ ഫേസ് നോക്കും, എങ്ങനെയാണെന്ന്, അലർജി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അലർജിയുടെ സെൻസിറ്റീവ് സ്കിൻകാർക്കൊക്കെ പ്രത്യേക ക്രീമൊക്കെ ഉണ്ട്, നമ്മൾ അത് ചെയ്ത് കൊടുക്കും. അല്ലാതെ നോർമൽ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇടാം. ഇപ്പം അലർജി ഉണ്ടെങ്കിൽ നമ്മളിപ്പം ത്രെഡ് ചെയ്യുവാണെങ്കിൽ ചെറിയ ഒരു തടിപ്പ് പോലെ വരും. പക്ഷേ നമുക്ക് അറിയാൻ പറ്റും അലർജി, എന്തെങ്കിലും ഒരു അലർജി ഉണ്ടായിരിക്കും. അപ്പം ചോദിക്കുമ്പോൾ പറയാം ചെറിയ അലർജി ഉണ്ട് എന്നൊക്കെ പറയും. ചിലർക്ക് ഒരുപാട് ചൊറിച്ചിൽ വരും, ചിലർക്ക് ഒരുപാട് അങ്ങ് തടിപ്പ് വരും. അങ്ങനെ ആണെങ്കിൽ അവർക്ക് ഫേഷ്യൽ ചെയ്യണമെങ്കിൽ അവർക്ക് വേറെ പ്രത്യേകം ഒരുപാട് ഹാർഷ് കെമിക്കൽ ഇല്ലാത്ത ഹെർബൽ ട്രീറ്റ്മെന്റ് ഒക്കെ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ പിമ്പിൾസ് ഉള്ളവർക്ക് പ്രത്യേകം ട്രീറ്റ്മെന്റ് കൊടുക്കും, ഓയിലി സ്കിൻകാർക്ക് പിന്നെ പ്രത്യേകം. അങ്ങനെ എല്ലാം ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്. ഓക്കെ, ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് പല ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ എനിക്ക് ഇന്ന കാര്യം തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ച് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ? ഒരുപക്ഷെ അവർക്ക് ഈ പറയുന്ന പോലെ അത് സ്കിന്നിനൊരു അലർജി ആയിരിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെടാറുണ്ടോ? പാടുപെട്ടിട്ടുണ്ട്. ഒരു കസ്റ്റമർ വന്നായിരുന്നു, നല്ല അലർജി ഉള്ളതായിരുന്നു. അലർജി വന്നത് അവരൊക്കെ എന്തോ മരുന്ന് കഴിച്ചപ്പോൾ അങ്ങനെ അലർജി ആയതാ. അത് 1000-1 വാക്ക് അങ്ങനെ സംഭവിക്കത്തുള്ളൂ, ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ആ കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ഒന്ന് വിഷമിച്ചു, എന്തോ ചെയ്യണം. അപ്പോൾ ആ കസ്റ്റമറിന് എന്നാ ഈ ഫേഷ്യൽ ചെയ്താൽ മതി എന്ന് നിർബന്ധം പിടിച്ചു പറഞ്ഞു. എനിക്ക് എന്നാൽ ഇത് ചെയ്ത് തന്നാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ചെയ്താൽ ചിലപ്പം അത്ര അങ്ങോട്ട് സേഫ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കിന്നുമായിട്ട് ഞാൻ ഒരു നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തത് എൻ്റെ യുക്തി അനുസരിച്ച് ഞാൻ അവർക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുത്തു. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വിളിച്ച് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ നല്ല ഫേഷ്യലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചേച്ചിയോട് ലാസ്റ്റ്ലി ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ചേച്ചി ആദ്യം ടീച്ചിങ് പ്രൊഫഷനായിരുന്നു, അതിനുശേഷമാണ് ഒരു ബ്രേക്ക് വന്നു, ഈ പറയുന്ന പോലെ മക്കളായതിനു ശേഷമുള്ള ഒരു ബ്രേക്ക് വന്നു ലൈഫിൽ. അതിനുശേഷം പിന്നെ ഒരു മേഖലയിലേക്ക് എത്തുകയാണ്, മറ്റൊരു മേഖലയിലേക്ക്, നേരത്തെ ആയിരുന്ന പ്രൊഫഷനിലാണ്ട് മറ്റൊരു പ്രൊഫഷനിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ബന്ധമില്ലാത്തൊരു മേഖലയിലേക്ക്, ചിന്തിച്ചിട്ടില്ലാത്ത ഒരു മേഖലയിലാവുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൻ്റെ എന്താ പറയുക, ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഹസ്ബൻഡാണ് ആ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ചേച്ചിയുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിലൂടെ. അങ്ങനെ മറ്റൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു. 10 വർഷമായിട്ട്, നീണ്ട 10 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഒരു കരിയർ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കാം ഈ പറഞ്ഞതുപോലെ ആഫ്റ്റർ മാരേജ് കരിയർ ബ്രേക്ക് വന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകും, എന്നാൽ സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കാം. പക്ഷേ മുന്നോട്ടേക്ക് ഒരു വഴി എന്താണെന്ന് ചിന്തിച്ച് സമയം കളയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? കാരണം ചേച്ചി അതിന് ഏറ്റവും വർത്തായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം അഡ്വൈസ് ചെയ്യാനുള്ള ഒരാളാണ്. കാരണം ഇടയ്ക്ക് ഒരു കരിയർ ബ്രേക്ക് വന്നു, അതിനുശേഷമാണ് മറ്റൊരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കുറച്ച് പേര് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഒന്നും ചിന്തിക്കരുത്, നമ്മളൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ എന്തോ ചെയ്യാനൊരു എല്ലാവർക്കും ഉള്ളിലൊരു എന്തെങ്കിലും ഒരു കഴിവ് കാണും. പാട്ടായാലും ഡാൻസ് ആയാലും എന്തുമായാലും എന്തോ കഴിവ്, ചിലർക്ക് എഴുതുന്ന കഴിവ് കാണും, എന്തെങ്കിലും ഒരു കഴിവ് ഉള്ളിൽ ഇല്ലാതിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സാരി ഡ്രേപ്പിംഗ് ഉണ്ട്, എൻ്റെ സിസ്റ്ററിലോ സാരി ഡ്രേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു കഴിവല്ലേ, അത് ഒരു കഴിവ്, അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞ നമ്മളൊരു ഏത് കാര്യമായാലും അതിലൊരു നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട്, പോസിറ്റീവ് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അയ്യോ ഇതിനകത്തിൽ ഇത് പറ്റുമല്ലോ, അത് പറ്റുമല്ലോ, അങ്ങനെ സംഭവിക്കുമല്ലോ, ഇങ്ങനെ സംഭവിക്കുമല്ലോ എന്നും പറഞ്ഞിരുന്നാൽ പേടിച്ചു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന് പോകത്തേ ചിന്തിച്ചോണ്ട് പോകത്തേ ഉള്ളൂ. നമ്മളങ്ങ് ഇറങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ വരുന്ന ഫേസ് ചെയ്യണം, പിന്നെ വരുന്ന നമ്മൾ ഫേസ് ചെയ്യണം. പക്ഷെ അത് നമ്മൾ ധൈര്യത്തോടു കൂടി വന്ന് നമ്മൾ ഫേസ് ചെയ്യണം. അല്ലാതെ നമ്മൾ അയ്യോ അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് ഈ ഫീൽഡിലൊന്നും ഞാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ടും എനിക്കത് കോൺഫിഡൻസ് വന്നത് കുറച്ച് സമയം എടുത്തിട്ടൊക്കെ പിന്നെ എനിക്കത് കോൺഫിഡൻസ് വന്നത്. അപ്പം നമ്മൾ ഏത് കാര്യമായാലും നമ്മൾ അത് ഇറങ്ങി തിരിക്കണം. അത് പിന്നെ നമ്മളൊരു പ്രോബ്ലം വന്നാലും നമ്മൾ അതിനെ ഫേസ് ചെയ്യാനുള്ള
ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. അത്ര മാത്രം മതി. ഓക്കെ, ഇനി ലാസ്റ്റ്ലി ഒരു ചോദ്യം കൂടി. എന്താണ് ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഇനി ബാക്കിയുണ്ടോ? ആഗ്രഹങ്ങൾ ഇത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ്. പിന്നെ ഈശ്വരൻ സഹായിക്കുകയാണെങ്കിൽ ഈശ്വരൻ നിശ്ചയമില്ലയോ എല്ലാം നടക്കുന്നത്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യണം, കർമ്മം ചെയ്യണം, ഫലം ദൈവം തരും. ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാണല്ലേ. ഉറപ്പായിട്ടും ഇനിയും ലൈഫിൽ ഒരുപാട് സക്സസ് ചേച്ചിയെ തേടിയെത്തട്ടെ. ആഗ്രഹങ്ങളോടെ തന്നെ, അല്ലെങ്കിൽ ചേച്ചി ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ലൈഫ് ചേച്ചിക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വലിയ തിരക്കിനിടയിലും ഇവിടെ വന്നതിലും നമ്മൾ വിളിച്ചപ്പോൾ ഓടിയെത്തിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. ലോട്ട് ഓഫ് താങ്ക്സ്. താങ്ക് യു. ഇവിടെ വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും സംസാരിക്കാൻ പരിചയപ്പെടാൻ പറ്റിയതും ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവിടെ ഞാൻ കടയിൽ ഹെയർ കട്ട് ചെയ്യുമ്പം അത് ഇവിടെ ഡൊണേറ്റ് ചെയ്യണം എന്ന് ഇവിടെ ഫാദർ പറഞ്ഞായിരുന്നു. ഇവിടെ ഞങ്ങളുടെ അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്നുണ്ട്, KPR എന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ ഫാദറിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തായിരുന്നു ഒരു പ്രോഗ്രാം വന്നപ്പോൾ. അങ്ങനെ ഫാദർ അവിടെ വെച്ച് പറഞ്ഞതായിരുന്നു, ഇങ്ങനെ മുടി ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇവിടെ ചേതനയിൽ കൊടുത്താൽ മതി. അത് എനിക്ക് അന്നേരം ഒരു സ്ട്രൈക്ക് ചെയ്ത്, അത് നല്ല കാര്യമാണല്ലോ. അപ്പം കടയിൽ എൻ്റെ പാർലറിൽ ആരെങ്കിലും വരുമ്പോൾ ഞാനിങ്ങനെ പറയും, മുടി ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ കൊണ്ട് തരാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സോമി എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു, അത് സാരമില്ല ചേച്ചി, ഞാൻ വന്ന് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ സോമിയുടെ കൂടെ ഇവിടെ വന്ന് ഫസ്റ്റ് ടൈം വന്ന് ഇവിടെ എന്നെ പരിചയപ്പെടുത്തി തന്ന്, പിന്നെ ഞാൻ ഇവിടെ തന്നെ വന്ന് കൊണ്ട് തരാറുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കണ്ട് പരിചയപ്പെട്ടത്. വളരെ സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ ഇത് ചേച്ചി സൂപ്പറാണല്ലോ, ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കൂടി എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി വിളിച്ചപ്പോൾ തന്നെ ഓടിയെത്തിയതിലും. ഒരുപാട് വീണ്ടും നന്ദി ഞാൻ പറയുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു ഗസ്റ്റുമായിട്ട്, മറ്റൊരു ലേഡിയുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ടു ചേതന FM 90.8.